ഞാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അതിലേക്ക് ഞാൻ ഒരിക്കലും ചേർത്ത് പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ആ നിമിഷം വരെ അദ്ദേഹം എന്നെ തള്ളിപ്പറയുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയത് ഈ പി ശശിയുടെയും അജിത് കുമാറിൻ്റെയും കോക്കസിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം ഇതുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഗൗരവമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് എന്നെ തള്ളിപ്പറയുകയും ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഞാൻ നടത്തിയ പരാമർശം അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ഷീറ്റ് നൽകുകയായിരുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയത്. അപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള എന്താ പറയുക എൻ്റെ അന്വേഷണവും കണക്കുകൂട്ടലുകളുമാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് എന്നത്. മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും ഞാനതിനെ തിരിച്ച് പറയുകയും ചെയ്തതോടുകൂടി എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഈ പറയുന്ന CPMൻ്റെ ലീഡർഷിപ്പ് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവാണ്. ആരാണോ എന്നെ ഇതിലേക്ക് നിയോഗിച്ചത് ആ ആളുകൾ പിന്നെ ഫോൺ എടുക്കാതാവുകയാണ്. ഞാൻ 2 ദിവസം ശ്രമിച്ചുള്ളൂ. 2ാമത്തെ ദിവസത്തോടു കൂടി ആ ഫോൺ വിളി ഞാൻ പരിപൂർണമായും നിർത്തി. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നും അവർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യം ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് ആ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോയി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ആ സമയത്ത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ പറയണം പാർട്ടി സമ്മേളനം ആരംഭിക്കുകയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നാണ് ഈ ചർച്ചകൾ ഉയർന്നു വരേണ്ടത്, അതുകൊണ്ട് ഇനി നീട്ടിക്കൊണ്ടുപോകരുത്, ഈ പാർട്ടിയെ നിലനിർത്താൻ അതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞവരാരും പിന്നെ എൻ്റെ ഫോൺ എടുക്കില്ല, എന്നെ അറിയില്ല.